ഈശ്വംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. ഫരിസേയ പ്രമുഖനായ നിയമത്തിൽ അവഗാഹം നേടിയിട്ടുള്ള നിക്കോദേമോസ് ഈശോയുടെ സമീപത്ത് ചെന്ന് അവൻ്റെ വചനത്തുള്ള അവഗാഹത്തെയും പ്രബോധനത്തിൻ്റെ നന്മയെയുമൊക്കെ പ്രശംസിച്ച് സംസാരിക്കുകയാണ്. അവൻ്റെ പ്രശംസാ വചനങ്ങൾ കേട്ടിട്ട് ഈശോ പറഞ്ഞു, നീ എന്നെ നല്ലവൻ എന്ന് എന്തിനാ വിളിക്കുന്നേ? എന്നിട്ട് അവൻ പറഞ്ഞു വെച്ചു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യം സ്വന്തമാക്കുക സാധ്യമല്ല. ജ്ഞാനിയായ ഒരു മനുഷ്യൻ്റെ വായിൽ നിന്ന് വരാവുന്നതല്ല എങ്കിൽ കൂടി സ്വാഭാവികമായ ഒരു സംശയം നിക്കോദേമോസ് ചോദിക്കുകയാണ്. പ്രായമായ ഒരു മനുഷ്യന് ഇതെങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ അവന് വീണ്ടും പ്രവേശിച്ച് ജനിക്കാൻ സാധിക്കുമോ? ഈശോ കൊടുത്ത ഉത്തരം ആത്മാവിലും ജലത്തിലും വീണ്ടും ജനിക്കണം എന്നാണ്. ജ്ഞാനസ്നാനവേളയിൽ നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ വായിക്കുന്ന തിരുവചന ഭാഗമാണ് ക്രിസ്തുവിൽ വീണ്ടും ജനിക്കുക. ഭൗതികമായ ഒരു ജനനം നമ്മളൊക്കെ നേടുന്നു. ദേവാലയത്തിലെ ജ്ഞാനസ്നാന ശുശ്രൂഷ അവൻ പൂർത്തിയാകുമ്പോൾ ആത്മാവിലും പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യജലത്താലും അവൻ കഴുകപ്പെടുന്നു, അവൻ സ്നാനം സ്വീകരിക്കുന്നു. കത്തോലിക്ക വിശ്വാസമനുസരിച്ച് ഒരു വ്യക്തി മാമോദീസായിലൂടെ ദൈവത്തിൻ്റെ മകനും തിരുസഭയുടെ അംഗവും ക്രിസ്തുവിൻ്റെ സഹോദരരുമായിട്ട് മാറുന്നു എന്നതാണ്. നാമൊക്കെ സ്വീകരിച്ച മാമോദീസായിലൂടെ നാം ഇങ്ങനെയൊക്കെ ആയി തീർന്നിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ സഹോദരരാണ് നമ്മൾ, സഭയുടെ അംഗങ്ങളാണ് നമ്മൾ, ദൈവ മക്കളാണ് നമ്മൾ. എന്നാൽ ഈശോ പറഞ്ഞ വാക്കിൻ്റെ അന്തർധാര നാം ഉൾക്കൊള്ളണം. ആത്മാവിലും ജലത്തിലും ജനിക്കുക എന്നത് ഒരു ഇവൻ്റ് അല്ല, ഒരു നിമിഷം കൊണ്ട് തീരുന്ന ഒരു കാര്യമല്ല. ഇറ്റ്സ് എ പ്രോസസ്. അത് അനുനിമിഷം നടന്നുകൊണ്ടേയിരിക്കണം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ ആത്മാവിലുള്ള ജനനവും ജലത്താലുള്ള ജനനവും വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കണം. നല്ല മലയാളത്തിൽ പറഞ്ഞാൽ മാമോദീസ വെള്ളം തലയിൽ വീണു എന്നതിൻ്റെ പുണ്യം കൊണ്ട് നാം ആരും സ്വർഗത്തിൽ പോകുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അങ്ങനെ വെള്ളം വീണെങ്കിൽ അത് നമുക്ക് പാരയായിട്ട് തീരും. കാരണം അവൻ നമ്മുടെ മുമ്പിൽ ഉയർത്തിയ വെല്ലുവിളി ജീവിതത്തിലൂടെ അവന് സാക്ഷിയായിട്ട് തീരുക എന്നതാണ്. ക്രിസ്തു സാക്ഷിയാകാനുള്ള എൻ്റെയും നിങ്ങളുടെയും വിളിയിൽ നിന്ന് നാം പിറകോട്ട് പോയാൽ അവൻ നമുക്ക് നൽകുന്ന പ്രബോധനങ്ങളും അനുഷ്ഠാന വിധികളുമൊക്കെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അല്ലാതാകുമ്പോൾ അത് കൂടുതൽ ഗൗരവത്തോടെ കാണേണ്ട ഒരു പ്രശ്നമായിട്ട് മാറുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മാമോദീസ എന്നത് ഒരു നിമിഷാർത്ഥം കൊണ്ട് കഴിഞ്ഞുപോയ ഒരു വസ്തുത എന്നതിനപ്പുറത്ത് ജീവിതത്തിൽ ഉടനീളം ചൂഴ്ന്നു നിൽക്കുന്ന അനുനിമിഷം നവീകരിക്കപ്പെടേണ്ട ഒരു പുണ്യമാണ് എന്ന് നാം തിരിച്ചറിയണം. ഒരുപക്ഷെ മാമോദീസ എന്ന കൂദാശ, സ്ഥൈര്യലേപനം എന്ന കൂദാശയൊക്കെ പരിശുദ്ധാത്മാവിനെ നാം നേരിട്ട് സ്വീകരിക്കുന്ന കൂദാശകളാണ്. ആ കൂദാശകൾ വീണ്ടും ആവർത്തിക്കപ്പെടേണ്ടതില്ലാത്തതുമാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ആ ക്രിസ്തു അനുഭവം ഉണ്ടാകണമെങ്കിൽ ആത്മാവിൽ വീണ്ടും ജനിക്കാൻ നമുക്ക് സാധിക്കണം. ഈ വീണ്ടും ജനനം എന്നത് നടന്നുകൊണ്ടേയിരിക്കണം. എനിക്ക് നിങ്ങൾക്കും വീണ്ടും ജനിക്കാനുള്ള കൃപ തമ്പുരാൻ തരട്ടെ. അവിടുന്ന് നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന നിത്യമായ രക്ഷ അത് നമുക്ക് കൈമോശം വന്നു പോകില്ല. അത് നമുക്ക് അവകാശമായിട്ട് ലഭിക്കേണ്ടതാണ്. ആ അവകാശം പക്ഷെ നമ്മൾ നഷ്ടപ്പെടുന്നത്
ഈ ലോകത്തിൻ്റെ വഴികളിലൂടെ ദൈവത്തിന് നിരക്കാത്ത ജീവിതചര്യകളിലൂടെയൊക്കെ കടന്നുപോയിട്ടാണ് എങ്കിൽ അവൻ പറയുന്നത് പോലെ ചെയ്യാൻ ആവശ്യപ്പെടുന്ന അമ്മയെ കൂടെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വപൂർണമായ വഴികളിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് ആഗ്രഹിക്കണം. അവൻ കാണിച്ചു തന്ന വഴികളിലൂടെ. അങ്ങനെ എന്നിലും നിങ്ങളിലും ക്രിസ്തു അനുനിമിഷം ജീവിക്കുന്നുവെന്നും ഫ്രാൻസിസ് അസിയെ പോലെ മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും വിശുദ്ധ പൗലോസ്ലീഹയെ പോലെ ഇനിമേൽ ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന് ഉറക്കെ പറയാനുമൊക്കെയുള്ള കൃപ തമ്പുരാൻ നമുക്ക് നൽകട്ടെ. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.